കയറുമ്പോൾ തന്നെ നേരെ ബാൽക്കണിയാണ് വരുന്നത്. നല്ലൊരു സൈസിലുള്ളൊരു നല്ല വെന്റിലേഷൻ ഉള്ളൊരു ബാൽക്കണി. നമുക്ക് സ്ട്രെയിറ്റ് കയറുമ്പോൾ തന്നെ ഒരു ക്ലട്ടേർഡ് ഫീലിംഗേ ഇല്ല, കാരണം നമ്മൾ ഡയറക്ട്ലി കയറുന്നത് വിത്ത് വ്യൂ ആണ്. Welcome to another episode of Real Estate with Arun. As you all know, I cater majorly to residential solutions for customers. So my major project portfolio is coming under construction, new launch, ready to move in projects, and some investor units. And when it comes to individual villa, I totally focus on township projects. So whenever there is a township project which is apt, then that's where I totally take care of villa. So if you're someone who is looking for residential options in Kochi or other market, and if any of your relatives are also looking for such options, do reach out. We can have a detailed discussion and give you proper information about what is happening in market, and we can suggest you as per your requirement. So today ഞാൻ പൊതുവെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കണ്ടാൽ ഞാൻ അതിന്റെ വീഡിയോ ഇടാനുള്ള മേജർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇങ്ങനത്തെ യൂണിറ്റ്സ് അധികം മാർക്കറ്റിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കില്ല. സ്പെഷ്യലി അതൊരു പുതിയ പ്രോജക്റ്റും വെൽ മെയിൻറ്റെയിൻഡും ആൻഡ് ഇൻ ടേംസ് ഓഫ് സൈസ്, വെന്റിലേഷൻ എല്ലാം നല്ലൊരു പെർഫെക്റ്റ്ലി ഫിറ്റ് ആവുകയാണ്, കണക്ടിവിറ്റി എല്ലാം പെർഫെക്റ്റ്ലി ഫിറ്റ് ആവുകയാണെങ്കിൽ ഇറ്റ് നെവർ ബി ഇൻ മാർക്കറ്റ് ഫോർ സോ ലോങ്. സോ എല്ലാവരും പറയും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയൽ പ്രോജക്ട്സിന് നല്ല മാർക്കറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഡിമാൻഡ് ഉണ്ട്, ഇഷ്ടം പോലെ NRI ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ബട്ട് ദേ ആർ റിയലി ലുക്കിംഗ് ഔട്ട് ഫോർ എ പെർഫെക്റ്റ് പ്രോജക്ട് ഓർ എ പെർഫെക്റ്റ് ഐഡിയൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഓർ എ ഗുഡ് പ്രോപ്പർട്ടി. So people are stretching their budget. They don't mind spending more as per their planned budget, but the market is open. So നമുക്ക് റൈറ്റ് ആയിട്ടൊരു പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആരും അവർ രണ്ടാമതൊരു റീതിങ്കിങ് ഈ മാർക്കറ്റിൽ ഇല്ല ടോട്ടലി. സോ അതിന്റെ ബേസിസിൽ ഞാൻ വന്ന ഒരു പ്രോജക്റ്റാണ് ഇന്ന് ലിസ്റ്റ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി നമ്മുടെ ലിസി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ്. ലിസി പുല്ലേപ്പടി റോഡിലാണ് ഇത് വരുന്നത്. എനിക്കിത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നാനുള്ള മേജർ റീസൺ ദാറ്റ് ഈ അപ്പാർട്ട്മെന്റ് MG റോഡിലേക്ക് കണക്ടിവിറ്റി, കലൂര് കണക്ടിവിറ്റി എല്ലാം ഒരു സെന്റർ, മെയിൻ കൊമേഴ്ഷ്യൽ ഹബ് ആയിട്ടുള്ള കൊച്ചിയിലുള്ള സ്ഥലങ്ങളായിട്ട് വളരെ കളക്റ്റഡ് ആണ്. ആക്ച്വലി മെട്രോ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഹാർഡ്ലി 900 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതിന്റെ മെട്രോ സ്റ്റേഷൻ ഇരിക്കുന്നത്. ആൻഡ് ടോട്ടൽ കണക്ടിവിറ്റി ടുവേർഡ്സ് MG റോഡ് അറൌണ്ട് 4 കിലോമീറ്റർ ആണ്. 10 to 12 മിനിറ്റ്സിൽ അവിടെ എത്തും. കലൂരും 10 to 12 മിനിറ്റ്സിൽ എത്തും. അറൌണ്ട് 4 കിലോമീറ്റർ സിമിലർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. കടവന്ത്ര ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. സോ നമ്മൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് സെന്റർ ഓഫ് സിറ്റി. പക്ഷേ ഈ ഒരു ഏരിയയുടെ ഒരു മേജർ ചാലഞ്ച് എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് സ്പേസ് കൺസ്ട്രെയിൻ വളരെ കുറച്ച് ബിൽഡേഴ്സ് അവിടെ പുതിയ പ്രോജക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ആൻഡ് അതും കുറച്ച് അവിടുത്തെ ഒരു അപ്പ് മാർക്കറ്റ് ആയതുകൊണ്ട് അതിന്റെ ബേസിസിലുള്ള കൺസ്ട്രക്ഷൻ ആണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പം കുറച്ചും കൂടി ലക്ഷറി പ്രീമിയം ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പിലാണ് അവിടെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളത് നടക്കുന്നത്. അതിന് അതിൻ്റെതായ കസ്റ്റമേഴ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഫൈൻ. ബട്ട് കുറെ ആൾക്കാർ അവരുടെ സ്കൂളിംഗ് കാരണം, കൊമേഴ്ഷ്യൽ കാരണം ഈ ഒരു ബെൽറ്റിൽ അറൌണ്ട് 1.2 crore അടിയിൽ നോക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു 1.5 to 2 crore റേഞ്ചിൽ നോക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ ഓക്കെയാണ്, ആ ഒരു ഏരിയയിലാണ് അവർ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത്. സോ ഇതില് എനിക്കിതിന്റെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കണക്ടിവിറ്റി വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നി. ആൻഡ് പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ന്യൂ അപ്പാർട്ട്മെന്റ്. അതൊരു കൺസോർഷ്യം പോലെ ഫോം ചെയ്ത് അവര് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ പ്രോജക്റ്റ് പോലെ ബിൽഡ് ചെയ്ത. സോ ഇതൊരു ബിൽഡർ ഹാൻഡ് ഓവർ അല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രോജക്റ്റ് ഐറ്റംസും അതെല്ലാം അവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്ത്. സോ അവര് ഒരു വീട് ഉണ്ടാക്കുന്ന പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ കാണാനുണ്ട്. ആ ഒരു പെർഫെക്ഷൻ ഡിസൈനിലും ക്വാളിറ്റിയിലും ലേ ഔട്ടിലും അത് അവിടെ കാണാനുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഏരിയ. ലെസ് ദാൻ 50 സെന്റ് ഏരിയയിലാണ് കംപ്ലീറ്റ് പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ അറൌണ്ട് 10 floors ആണ് അവിടെ വരുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ എൻട്രൻസ് റിയലി ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് നല്ലൊരു ഗ്രീൻ പീസ്ഫുൾ ആയിട്ട് വളരെ വെന്റിലേറ്റഡ് ആണ് ആ ഏരിയ. അപ്പൊ അവിടെ നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. അത്യാവശ്യം ഗ്രീൻ പാച്ചസ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടി ആ ബിൽഡിങ്ങിന്റെ മുമ്പിൽ കുറച്ചു നേരം നിന്നാലും നമുക്കൊരു നല്ലൊരു ഒരു കാം ആൻഡ് ക്വയറ്റ് വെൽ വെന്റിലേഷൻ ഫീൽ അതിൽ ഒത്തിരി വരുന്നുണ്ട്. സോ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ടാണ് അതിന്റെ എൻട്രൻസ് പോയിന്റ് വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ചെയ്തിരിക്കുന്നത്.
പിന്നെ നമുക്ക് ഇതിന്റെ പാർക്കിംഗ് പോവുകയാണെങ്കിൽ ബേസ്മെന്റ് പാർക്കിംഗ് ആണ്. നമുക്ക് ബേസ്മെന്റ് ഒന്നും എൻട്രൻസ് ഉണ്ട്, എല്ലാവർക്കും അലോക്കേറ്റഡ് കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ കയറുമ്പം നമുക്കൊരു റിസപ്ഷൻ ഏരിയ വരുന്നു, ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ ആണ്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഈ ടോട്ടൽ 10 ഫ്ലോർസിൽ നമുക്ക് ആദ്യത്തെ 7 ഫ്ലോർസിൽ നമുക്ക് 3 BHK കോമ്പിനേഷൻസ് ഉള്ളത്. 7 to 10 നമുക്ക് ടോട്ടൽ ഫ്ലോർസിൽ ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെന്റ് വെച്ചിട്ട് 4 BHK വരുന്നത്. ഈ ഒരു ഫ്ലോർ 2 അപ്പാർട്ട്മെന്റ് വരുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 3 സൈഡ് ഓപ്പൺ ആയിട്ട് കിട്ടും. സോ സ്പെഷ്യലി നമുക്ക് പ്രിവസി ഒരു വളരെ ഫാക്ടർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ബെറ്റ് ആയിരിക്കും. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വെന്റിലേഷനും എല്ലാം പ്രോപ്പർ ആയിരിക്കും. ക്രോസ് വെന്റിലേഷൻ സ്ട്രോങ് ആയിരിക്കും അപ്പാർട്ട്മെന്റിൽ. അത് തന്നെ ഒരു വീടിന്റെ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് മാറ്റും. സോ ആ ഒരു ഫാക്ടർ ഉണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ നേരെ ബാൽക്കണിയാണ് വരുന്നത്. നല്ലൊരു സൈസിലുള്ളൊരു നല്ല വെന്റിലേഷൻ ഉള്ളൊരു ബാൽക്കണി. നമുക്ക് സ്ട്രെയിറ്റ് കയറുമ്പോൾ തന്നെ ഒരു ക്ലട്ടേർഡ് ഫീലിംഗേ ഇല്ല. കാരണം നമ്മൾ ഡയറക്ട്ലി കയറുന്നത് വിത്ത് വ്യൂ ആണ്. അവിടെ കയറി നമുക്ക് അവിടെ തന്നെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. നമ്മൾ കയറിയാൽ ആദ്യം ബാൽക്കണിയിൽ പോയി നിൽക്കുന്ന ഒരു എഫക്റ്റ് ആ പ്രോപ്പർട്ടിയിലുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ 4 BHK ലേ ഔട്ട് ആണ്. നമ്മൾ ഓരോരോ റൂംസിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള. സോ അവിടെ ഓൾറെഡി ബെഡ് ഇട്ട് കണ്ടാലും ദർ ഇസ് ഇനഫ് സ്പേസസ്. ആൻഡ് ഒരുവിധം റൂംസിലും നമുക്ക് ബാൽക്കണി ഉണ്ട്. സോ നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞ ഒരു 3 സൈഡ് ഓപ്പൺ അത് നന്നായിട്ട് ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ബാൽക്കണി ഉണ്ട്. ഫിറ്റിങ്സ് എല്ലാം വളരെ പ്രീമിയം ആയിട്ടുള്ള ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. സോ ഒരു പേഴ്സണലി കസ്റ്റമൈസ്ഡ് ഒരു പ്രോജക്റ്റ് ആയിട്ട് എനിക്ക് വളരെയധികം തോന്നിയിട്ടുണ്ട് ഈ പ്രോജക്റ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി. കാരണം ഇറ്റ്സ് ടേക്കൻ കെയർ. എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് അവർ ടേക്ക് കെയർ ചെയ്ത പോലെ കണ്ടിട്ടുണ്ട്. കിച്ചൺ നോക്കുകയാണെങ്കിൽ കിച്ചൺ നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ്. ആൻഡ് നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സെർവന്റ് എൻട്രി വരുന്നുണ്ട്. സോ നമുക്കൊരു സെപ്പറേറ്റ് സെർവന്റ് എൻട്രി, വർക്ക് ഏരിയ, കിച്ചണിലേക്ക് ഒരു ഇത്. അതല്ലാതെ നമുക്ക് പാർട്ടീഷൻ ചെയ്ത് ക്ലോസ് ചെയ്യാം. ബെഡ്റൂം, അനദർ ബെഡ്റൂം പോയാലും അവിടെയും നമുക്കൊരു ഓപ്പൺ ഇത് കിട്ടുന്നുണ്ട്. ഇതിലൊരു ബെഡ്റൂം ഇപ്പം പ്രോജക്റ്റ് ടെക്നിക്കലി ഒരു സെമി ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ഏരിയ വരുന്ന അറൌണ്ട് 2500 സ്ക്വയർ ഫീറ്റ് ആണ്. 2500 സ്ക്വയർ ഫീറ്റിന്റെ 4 BHK, ക്ലോസ് ടു 2000 സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയ ഈ പ്രോജക്റ്റിൽ വരുന്നുണ്ട്. ആൻഡ് അതൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അത് ഒരു കാർപ്പറ്റ് ഏരിയ ഇത്രയും കിട്ടുന്ന അപ്പാർട്ട്മെന്റ്സ് വളരെ കുറവാണ്, സ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ ന്യൂ പ്രോജക്റ്റ്. ഇവിടുത്തെ അമ്യൂണിറ്റീസ് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതൊരു ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ വരുന്നത്. ആൻഡ് നമുക്കൊരു കിഡ്സ് ഏരിയ ഉണ്ട്, ഒരു കിഡ് സോൺ ഉണ്ട്, ഒരു കോൺഫറൻസിങ് ഏരിയ ഉണ്ട്, 2 എലിവേറ്റേഴ്സ് സർവീസ്. ആൻഡ് ഇത് നമുക്കിപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറിലധികം യൂണിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് 2 ലിഫ്റ്റ് ഇസ് പെർഫെക്റ്റ്. ആൻഡ് ഇതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഇതിന്റെ കാർ പാർക്കിംഗ്. നമ്മൾ 2 കാർ പാർക്കിംഗ് ഉണ്ട് ഈ പ്രോജക്റ്റിൽ. സോ ഈ അപ്പാർട്ട്മെന്റ് നമുക്ക് 2 കവേർഡ് കാർ പാർക്കിംഗ് അലോട്ടഡ് ഉണ്ട് ഇതിലുള്ളത്. ആൻഡ് ഈ പ്രോജക്റ്റിന്റെ ഒരു പ്രൈസ് റേഞ്ച് സംസാരിക്കുകയാണെങ്കിൽ അറൌണ്ട് 1.65 നെഗോഷ്യബിൾ പ്രൈസ് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു പ്രൈസ് പോയിന്റ് വളരെ നല്ലതാണ്. ഈ ഒരു പ്രൈസ് പോയിന്റ് ജനറലി കുറച്ചും കൂടി ഓൾഡർ അപ്പാർട്ട്മെന്റ്സിനാണ് ഈ പ്രൈസ് വരാറ്. പക്ഷെ ഇതൊരു ഫ്രഷ് അപ്പാർട്ട്മെന്റ് ആണ്. ഇതൊരു 1 year old അപ്പാർട്ട്മെന്റ് ആണ്, യൂസ് ചെയ്തിട്ടില്ല. സോ ഐ തിങ്ക് ഈ പ്രൈസ് പോയിന്റ് വളരെ അട്രാക്റ്റീവ് ആണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സച്ച് ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വി ക്യാൻ ഹാവ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ. ആൻഡ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് തരാൻ സാധിക്കും. സോ ഇതുപോലെ റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നോക്കുന്ന ആൾക്കാരും ഫ്യൂച്ചറിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരും ഡെഫിനറ്റ് ആയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. We can really help you because being aware about the market is more important before buying an apartment. So just follow such kind of channel. We put a lot of real estate content. Follow this, then you will be able to understand what is exactly happening in real estate market in Kochi and other states. So do follow. Have a great day.